അല്ലേ ചോ? എന്താ നല്ല ചൂട് കാറ്റില്ല? അത് ഇനി നമ്മള് വണ്ടിന്ന് എ സി വന്നിട്ട് തോന്നുകയാണോ? ഏയ് അല്ല, ഇപ്പൊ നല്ല ചൂടാണല്ലോ. ആ അന്ന് ജീവ ഒന്നും കൂടി പറ. ഹലോ ഗൈസ്. നമ്മളിപ്പോൾ എവിടെ പോന്നു? ഊട്ടി പോയി വന്നു. അടിപൊളിയാ? സൂപ്പറാ? ഇഷ്ടായോ സിവാക്ക്? ഇഷ്ടായില്ല? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ആയി ഞാനിങ്ങനെ ഇൻട്രോ പറഞ്ഞിട്ട്, കുറേ ആയി നമ്മൾ മെയിൻ വ്ളോഗ്സ് ഒന്നും ഇടലില്ല. ഇപ്പോൾ ലാസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ മെയിൻ വ്ളോഗ് ഇടാത്ത? മെയിൻ വ്ളോഗ് ഇടാഞ്ഞിട്ട് ഒരു രസമില്ല, ഞങ്ങളത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു, ഫണ്ണി ആയിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നു. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമ്മൾ മെയിൻ വ്ളോഗ് എടുക്കാനില്ല പറ്റുക. ഇതൊക്കെ പറയും, പക്ഷേ 2 ദിവസം കൊണ്ട് പിന്നെയും ബ്രേക്ക് ഇട്ടു. അതാണ് നമ്മളെ അവസ്ഥ. അന്ന് ജീവ ഒന്നും കൂടി പറ. ഹലോ ഗായ്സ്. നമ്മളിപ്പോൾ എവിടെ പോന്നു? ഊട്ടി പോയി വന്നു. പോപ്പിയില്. അതായത് ഇന്നത്തെ നമ്മള് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ഡ്രസ്സ് ഷോപ്പ്, എന്താ പറയാ, നമ്മളുടെ ബിസിനസിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് നമുക്ക് അതുകൊണ്ടാണ് വ്ളോഗ് എടുക്കാൻ പറ്റാത്തത്. എന്ന് തിരക്കാണ്. ആ തിരക്കിന്റെ ഇടയിൽ നിങ്ങളെ മാത്രമല്ല നമ്മളിതാ ഇവളെപ്പോഴുള്ള മൊമെന്റ്സ് നമ്മൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ബിസിനസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഫോണൊക്കെ ഷോപ്പിൽ ഏൽപ്പിച്ചിരിക്കണേ, പയ്യന്മാരായിരിക്കും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, ജിവാപ്പുവിന്റെ എന്തൊക്കെയാണോ ആഗ്രഹങ്ങള്, യെസ്, ഇന്ന് ജിവാപ്പ് പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കും. ബഡ്ജറ്റിലൊക്കെ പറയണേ മോനെ, ഹെവി ബഡ്ജറ്റ് ഒന്നും പറയല്ലേ. പോപ്പിയിൽ പോവാ. പോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിവാപ്പുവിന്റെ ബർത്ത്ഡേക്കൊക്കെ കാറും ടോയ്സ് ഒക്കെ വാങ്ങുന്നില്ലേ, ആ ഷോപ്പിന്റെ പേരാണ് പോപ്പി. കോട്ടക്കലുള്ള ഒരു ഷോപ്പാണ്. ഓക്കെ, പോപ്പി. അപ്പൊ ഇന്ന് ജിവാപ്പിന് എന്തൊക്കെ ആഗ്രഹം, ഇന്ന് എവിടേക്ക് പോകണം, എന്തൊക്കെ വാങ്ങണം ഒന്ന് പറയോ പപ്പനോട് ഒക്കെ ഒന്ന്. പപ്പ ഓക്കെ, ഫസ്റ്റ് പോപ്പിയിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് എവിടെ പോണം? കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ പോന്നാ മതി, സമാധാനം. ബഡ്ജറ്റിൽ നിന്നും എവിടേക്ക്? വീട്ടില്. കോഴിക്കോടോ? എന്തിനാ കോഴിക്കോട് പോകുന്നേ? അത് പറ്റൂല കേട്ടോ, അത് കുട്ടിന്റെ ആഗ്രഹമല്ല. അത് ഏത് മണ്ണിൽ കളിക്കണോ കോഴിക്കോട് ബീച്ചില്? ഓക്കെ, അപ്പൊ അതും ആഗ്രഹമായിട്ട് കൂട്ടാ, അതും നമ്മൾ ഇന്ന് തീർക്കും. പിന്നെന്താ വേണ്ടി? പിന്നെന്താ അത് കഴിഞ്ഞിട്ട്? ഓ, അതായത് ബീച്ചിൽ പോയിട്ട് മണലിൽ കളിക്കണം. ഓക്കെ ഗൈസ്, ഇതാണ് കേട്ടോ ജിവാപ്പുവിന്റെ ഹെയർ ബണ്ണിന്റെ കളക്ഷന്. ഹെയർ പിന്നെ ഹെയർ ബണ്ണ്, അതെന്താ വെച്ചാൽ ഓരോ ദിവസം ഓരോന്ന് വണ്ടിയിലല്ലോ. ഇത് കെട്ടി കൊടുക്കും, ഇത് തന്നെ കൊണ്ട് കളഞ്ഞിട്ട് വരും. ഓക്കെ. പിന്നെ ഞാനോ? എന്റെ തലയിലല്ലേ ഇതിടുന്നത്? ഇങ്ങനെയൊക്കെ കെട്ടി കൊടുക്കുന്നത് ഞങ്ങളെ കുട്ടികളൊന്നും ഇങ്ങനെ കെട്ടാൻ തന്നെ സമ്മതിക്കൂലാണ്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതേമാതിരി വലിച്ചു വാരിയിട്ട. അപ്പൊ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ പോയി കിട്ടുക. ജുബി ഉറങ്ങി കിടക്കുമ്പോ വരെ കെട്ടി കൊടുക്കണേ ഞാൻ കണ്ടിരിക്കണം. ജുബി ആ ടാർഗറ്റ് വെച്ചാൽ പിന്നെ അത് ഫിനിഷ് ആക്കാതെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങൂല, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് ഫസ്റ്റ് പോപ്പിയിൽ പോകും. പിന്നെ എവിടെ പോകണ്ടി പറഞ്ഞു? എന്റെ ദിവസമാണ്. പിന്നെ ബീച്ചില്, പിന്നെ ഫുഡ് കഴിക്കാൻ. ഓക്കെ, ഇഷ്ടം ഏത് ഫുഡാ വേണ്ടത് ശിവന്? ചിക്കന്. ഓക്കെ, പിന്നെ ബീച്ചിൽ പോകുമ്പോ കല്ലുമ്മക്കായ് വേണോ? കല്ലുമ്മക്കായ് ഇഷ്ടല്ലേ ശിവന്? ഇഷ്ടാണ്. ഓക്കെ, ഇതൊക്കെ ഉറക്കത്ത് പഠിപ്പിച്ചു കൊടുത്തേക്കാരാം, ഇത് ലിസ്റ്റ് ഫുള്ള്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ജിവാപ്പിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പോകുന്നു. നമ്മൾ ഇന്ന് ഫുൾ കറങ്ങുന്നു. സെറ്റ് പറ ജിവ ക്യാമറയിൽ ഇങ്ങോട്ട് നോക്കി. ഷെഡ്ഡി അല്ല, സെറ്റ്. കുറച്ച് സ്ട്രോങ് കൂടിയോ ഗൈസ്? അപ്പൊ നമ്മള് ജിവാപ്പിന്റെ ഡേ ഇൻ മൈ ലൈഫിലെ ഭാഗമായിട്ട് ജിവാപ്പിന്റെ അടുത്ത ആഗ്രഹമാണ് ഫുഡ് അല്ലേ ജിവോ? ഇതിന്റെ പേര് ചോദിക്കരുത്, പേര് എനിക്ക് പറഞ്ഞുതരാറില്ല. ചിക്കൻ ആണ് ഐറ്റം. യമ്മിയാണോ ജിവ? കഴിച്ചിട്ട് റിവ്യൂ പറയും. അടിപൊളിയാ? സൂപ്പറാ? ഇഷ്ടായില്ലേ? ജ്യൂസ് വേണോ? ഞാൻ പറഞ്ഞില്ല, എന്ന് ഇവിടെ ആഗ്രഹങ്ങൾ തീർത്തിട്ടുള്ളൂ അല്ലേ ശിവ? എന്നിട്ടുള്ള ബിസിനസ് കച്ചവടമൊക്കെ മതി നമുക്ക്. ജിവാപ്പു ഡേ ആണ് ഇത്. ഈ കൈമണി പിടിച്ച ഈ ടിഷ്യൂ ഇവിടെ ജിവാക്ക് മുഖം ഇങ്ങനെ തൊടിച്ചോട്ടോ, മനസ്സിലാക്കല. നോക്കിക്കോട്ടോ, അല്ലെങ്കിൽ വണ്ടി ഓട്ടുമ്പോൾ അതിൽ തന്നെ കണ്ണ് കുത്തും, ഈർക്കിളി കണ്ണ് കുത്തി കയറും. ഞങ്ങള് തിന്നിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. എന്റെ വണ്ടി
മെല്ലെ കടിച്ചോ, ഉള്ളൊക്കെ പീപ്പല്ല, പല്ലിളക്കി പോവും. ഈ പപ്പന്റെ ഒരു കാര്യല്ല ശിവ. അപ്പുറത്തെ സൈഡും കൂടി കടിച്ചാണ്. നമുക്ക് ബീച്ചിൽ കൊണ്ട് അപ്പുറത്തെ സൈഡ് കടിക്കില്ലെങ്കിൽ അത് അറ്റ് പോകും. വെള്ളക്കുപ്പായ ഞാൻ ഇടണ്ടില്ല. തൂത്തന സ്റ്റൈലുണ്ട്. ഓളിന്റെ ഗുഡ്ഡുകളല്ലേ മോളാ? ആ പപ്പ അല്ലേ ഇതൊക്കെ വാങ്ങി തരണം. അപ്പൊ പപ്പ മോള് പറയണ്ടേ, പപ്പ എന്തെല്ലാം വാങ്ങി തരുന്നുണ്ട് എന്നെ സോപ്പിടാന്. ജീവന് സ്നേഹല്ലേ പപ്പനോട്? അപ്പൊ ഫുഡ് പരിപാടി കഴിഞ്ഞുട്ടാ. ഇനി രാത്രി വരെ ഫുഡേ എന്ന് പറയരുത്, പച്ചക്കത്തേരത്ത് ദിലീപിന്റെ മാതിരി, മനസ്സിലായ? ഇനി കടലിൽ പോയിട്ട് കുറച്ച് മണ്ണുകാരൊക്കെ തിന്നാണ്ടി. ഓക്കെ, കുറച്ച് ഉപ്പുവെള്ളം കുടിച്ചാണ്ടി, ബീച്ചിൽ കാണല്ലോ കേട്ടാ. എന്താ ഭീഷണി പെടുത്തണ്ട അടുത്ത് കണ്ട് ഇവിടൊക്കെ അവളെ നോക്കിട്ടോ, അവള് ദേഷ്യം വന്നെടുത്ത് കുത്താനും മടിച്ചില്ല. എന്റേതാണ് മോള്. അതാ അത് ഒന്നായിട്ട് പോന്നു. അതാ ജിവാപ്പുന്റെ മമ്മ തിന്നു. തീർന്നു കിട്ടിയാ മതി നയിക്കണിപ്പോ. അപ്പൊ ഗൈസ് നമ്മളെങ്ങനെ കോഴിക്കോട് എത്താനായി. പക്ഷെ ഒരാള് നല്ല ഇതാണ് ഓളെ അടുത്ത ആഗ്രഹം. യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിലിരുന്ന് ഉറങ്ങണം. നമ്മൾ എത്ര നേരം വരെ നമ്മൾ ഉറങ്ങട്ടോ? ഉറങ്ങ എന്നോട് വർത്താനം പറഞ്ഞ് ഉറങ്ങിക്കണ ആളെ. നല്ലൊരു കീരിപ്പല്ലോട് ഒരു കടി. അതെ, വാസികാക്കനെ കടിച്ചിട്ട് ഇതാക്കി. വാസികാക്കൻ എന്തോ പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്റെ കുട്ടിയാണ്. ആകെ 2 പല്ലുണ്ടാവും. എന്റെ കുട്ടിന്റെ പല്ലും കൂടി നാളെ തൊഴിഞ്ഞോ പഠിച്ചോ. എന്റെ മോളെ ഞാൻ അങ്ങനെ ചെയ്യും. അവള് പാക്കം കോഴിക്കോട്ടാക്കിയാവും. തൊഴിഞ്ഞു പോകുന്നുള്ളത്, അതായത് ഒന്നുമില്ല. പറയാൻ വന്നെടുക്ക് ഇന്നൊക്കെ നിങ്ങളെ പോലുള്ളവർക്ക് മനസ്സിലാവില്ല. എന്താ പറയാ ഞാന് ഇന്റേതാണ് അച്ചടി മലയാളം എന്ന് ഞാൻ പറയില്ല. എന്നാലും മലയാളം ഞാൻ പറഞ്ഞ മലയാളം രസം. ഞാൻ പറഞ്ഞ മലപ്പുറം ഭാഷയാണ് തെറ്റ്, ഓള് പറഞ്ഞതാണ് ശരിക്കുള്ള മലയാളം. ആണ് ഇവിടെ ആൾക്ക് മനസ്സിലാവാത്ത ഭാഷകൾ പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, ഇച്ച് മജ്ജിദ് അഞ്ചത്തൊക്കെ പറയാൻ എന്താ പറയാ. കോഴിക്കോട്ടിൽ കോഴിക്കോട്ടിൽ അങ്ങനെ ഒന്നുമില്ല. അത് അതിന്റെ അമ്മനെ മുമ്പെന്ന് പറയാണ്ടിട്ടോ, അതിനെ അമ്മന്റെ മുന്നിന്ന് പറയല്ല. അമ്മനെ മുന്നിന്ന് പറഞ്ഞാൽ ചിലപ്പോ കിഞ്ഞെടുത്ത് എറിയും. എന്റെ അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ തലാട്ടി കൊടുക്കും, ഞാൻ പറഞ്ഞതിനൊക്കെ എന്റെ അമ്മ തലാട്ടി തരും. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ സത്യം രണ്ടാൾക്ക് മനസ്സിലാവില്ല. പൗതി മനസ്സിലാവില്ലുള്ളൂ, പൗതി മനസ്സിലാവില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് വാസിലാക്കാം. ഇപ്പൊ ടോള് കൊടുക്കണം. ടോൾ അല്ലെങ്കിൽ കൊടുക്കണമല്ലോ. അല്ല അത് കഴിഞ്ഞിട്ട് നമ്മള് കോഴിക്കോട് ബീച്ച്, എന്റെ ജിവാപ്പൂന്റെ ആഗ്രഹം. ഏത് ബീച്ചിലാണ്? ഇതാണ് ഇവിടെ പ്രശ്നം. നമ്മളില്ലേ ഓരോന്നിട്ട് ആഗ്രഹം പറയും, എന്നിട്ട് അവിടെ എത്തിയാൽ കിടത്താൻ തുടങ്ങും. ഇപ്പൊ അടുത്തിനോട് വായിക്ക് പോണോ പറഞ്ഞു. ഞാൻ എന്നിട്ട് വായിക്ക് ഇല്ലാത്ത ടിക്കറ്റ് ഒക്കെ എടുത്ത് അത് മുന്നത്തെ സീറ്റിൽ, ഞാൻ ബാക്കത്തെ സീറ്റിലിരുന്ന് കണ്ടാളാം. മുന്നത്തെ സീറ്റിൽ ഇപ്പൊക്കെ വേണ്ടി പോയതാ. അതല്ലേ 2 പ്രാവശ്യം ഓൾറെഡി കണ്ടിട്ടുണ്ട്. മുമ്പ് പോട്ടെ ഭയങ്കര ഇഷ്ടമാണ്. പാടെ തുടങ്ങി കയ്യണ വരെ അവിടെ കിടന്നിട്ട് തുടങ്ങി. ഇപ്പോഴും പറയും വായക്ക് പോവല്ലേ. ഞാൻ കൊറേ തോണ്ടി എടുത്താ നോക്കി. അപ്പൊ ഇപ്പോഴേ അടുക്കി കുട്ടി ഉറങ്ങിക്കോട്ടെ. അതല്ല ഞാൻ പറഞ്ഞ ടിക്കറ്റിന്റെ പൈസ മറ്റേ പള്ളിച്ചട്ടമ്പിക്ക് പോയില്ലേ മമ്മ, ഇത് വായ ടൂവല്ലേ, വാ പോവാ നിന്നോട്. ഓളെ വിചാരം വായ ടൂക്കോളെ കൊണ്ടുപോയതാണ്. ഒരു വായക്കാരി ആയിക്കോളെ. ഇത് വായ വെച്ച മതിയാവോ? നിങ്ങളെ വഴിയല്ല. ഉറങ്ങിക്കോട്. കടയിൽ വരെ പോയിട്ട് കുട്ടി കണ്ടിട്ടല്ല. കുട്ടി ഓൾക്ക് ഇന്ന് സർപ്രൈസ് കൊടുക്കും. അവരോട് അത് കൊടുക്കണം, അത് കൊടുക്കണം കേട്ടോ. ഓളോട് ചോദിച്ചല്ലേ അതിന്റെ സർപ്രൈസ് ആണെന്ന്. ഓള് പറഞ്ഞു വേണ്ടാന്ന്. വേണമെന്ന് ഞാൻ കുട്ടിയോട് ചോദിച്ചു. കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, സർപ്രൈസ് വേണ്ടാന്ന് പറഞ്ഞു. എന്താ വാസികാക്ക, ഞാൻ ഇതിന്റെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ നിൽക്കാറില്ല. ഓള് പറഞ്ഞതാണോ മമ്മ സർപ്രൈസ് തരുമ്പോ ഞാനിങ്ങനെ വാവ് പറയുന്നു. അതൊക്കെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കണില്ലേ. ഈ ബീച്ച് പോക്ക് വരെ ഈ സ്കെച്ച് ചെയ്തുണ്ടാക്കിയതാണോ എന്നൊരു സംശയം. കാരണം ഇങ്ങനെ ടീം എടുക്കുക, ഇങ്ങനെ വ്ളോഗ് എടുക്കാന്നുള്ളത് എന്റെ ടീമായിരുന്നു. ഞാന് ജിവാപ്പുന്ന രാത്രി ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്തതാണ് ഗൈസ്, പ്ലാൻ ചെയ്തതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിക്കൂടെ ബാസികാക്കനോട്, എനിക്കൊരു കുട്ടി ഉണ്ടായാല് എനിക്ക് സാധിക്കാൻ പറ്റാത്തതൊക്കെ ആ കുട്ടീനെ വെച്ചിട്ട് ഞാൻ സാധിക്കും. അത് ഞാനല്ല.
ഇപ്പോഴാണ് എല്ലാവരും ചിരിക്കുക. അപ്പൊ ഇനി ഞങ്ങള് കോഴിക്കോട് ബീച്ചിലെത്തിയിട്ട് ബാക്കി കാണിച്ചിട്ടാണ്. അപ്പൊ സിവാപ്പണി ഇനി എങ്ങാനും എന്റെ മുഖത്ത് ഒരു കുരു വന്ന അപ്പൊ ഞാൻ കാണിച്ചിരുന്നു. സ്വഭാവം ശരിയില്ല, ഞാനില്ല, തിരിച്ചു പോയേ. അല്ല ഞാനോട് ഒന്ന് തെക്കല്ല ഗൈസ്, എന്റെ മുഖത്ത് ഫുള്ള് തൊള്ള പൊട്ടിക്കാം. ഒരു താത്താര് ചോദിക്കല്ല, എന്റെ മുഖം ഫുള്ള് ഞാൻ പൊട്ടിട്ട് എന്തോ ആക്കിച്ചെന്റെ മുഖം നിറച്ച് കുരുവാ മക്കളെ. ഒന്നും കേട്ടോ, എന്റെ മുഖത്ത് ഒരു തേങ്ങില്ല, ഫുള്ള് കുരുവാണ്. അതൊക്കെ കണ്ടേ ഫുള്ള് കുരുവാട്ടോ, ഒക്കെ കുരുവാണ്. രസമില്ല എന്നെ കാണാൻ. മക്കൾ ഓസിക്കൊക്കെ തൊള്ള പൊട്ടിക്കോ, ഞാൻ അടി ഞങ്ങൾക്ക്. അപ്പൊ ഗൈസ് ഞങ്ങള് ഇവിടെ ബീച്ചിലെത്തിക്കണേ. എവിടക്കാ ഉറങ്ങി എണീറ്റിട്ടുള്ളു, അപ്പൊ ഒരു ബാലൻസ് കുറവുണ്ട്. വീട് വെക്ക് വാ വാ. സാധാരണ ഇവിടെ വന്ന് ബീച്ചിൽ വന്നു കഴിഞ്ഞാല് നല്ല തണുത്ത കാറ്റുണ്ടാവില്ല, ഇന്ന് നല്ല ചൂട് കാറ്റിട്ടോ. ഓ ഇങ്ങോട്ടൊക്കെ എത്തി അല്ലേ അച്ചോ? ഇന്ന് നല്ല ചൂട് കാറ്റില്ല. അത് ഇനി നമ്മള് വണ്ടീന്ന് എ സിന്ന് വന്നിട്ട് തോന്നുകയാണോ? അല്ല ഇപ്പൊ നല്ല ചൂടാണല്ലോ. ശിവാപ്പു വീട് വെക്ക്. ഇയല്ലേ പറഞ്ഞ ബീച്ചിൽ വരണെന്ന്. ഇതിപ്പോ ശിവാപ്പുന്റെ ആണോ ജുബിന്റെ ആണോ ആഗ്രഹം? ഓ ഞാനിവിടെ കഷ്ടപ്പെട്ടതല്ലേ. ശിവാപ്പു മമ്മനെയാണോ പപ്പനെയാണോ ഇഷ്ടം? പപ്പനെ. അല്ലോ ഇത് കഴിഞ്ഞിട്ട് അവിടെ കഴിയുമ്പോ പോണ്ടി. കല്ലുമക്കായി വേണ്ടേ? കല്ലുമക്കായി ഫ്രൈ വേണ്ടേ? പിന്നെ മൊത്തത്തില് നടിച്ചു ബാസികാക്ക. നോക്ക് ദിയാപ്പൂനെ കാണിച്ചതാ. അതെ, കാറ്റ് തന്റെ തലയിലൊക്കെ വരും കേട്ടോ. ഫുള്ള് നനച്ചു. നല്ല വെള്ളം ഉണ്ടല്ലേ. നല്ല തരം ഇവിടം വരെ എത്തിക്കണം. ശിവാക്ക് ഇപ്പൊ നല്ല പിരാന്തായിക്കണം. മണ്ണെടുക്ക ഇവിടെ കൊണ്ടുവരിക. എന്താ ശിവ? മേലെ വെള്ളാക്കണ്ട. അതിന്റെ നോക്കി ഇതുണ്ടാക്കണേ. മേലാക്കല്ല, കണ്ണിലേക്ക് തെറക്കേ. ഹലോ. അപ്പൊ അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ പോയി തിരിച്ച് കടുക്ക ഫ്രൈ വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. പക്ഷെ ബീച്ചിന്റെ സൈഡിലൊക്കെ നല്ല തിരക്ക്, ഒരു കാറ് നിർത്താൻ പോലും സ്ഥലമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കടുക്ക ഫ്രൈ അല്ലേ, മറ്റേ ഈ അരി ഇട്ട സാധനമല്ല, അല്ലാണ്ട് കടുക്ക ഫ്രൈ ഉണ്ട്. സോ അതൊരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പം അവിടെ വന്നതാണ്. ടോഫോ നല്ല അടിപൊളി. ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കടുക്ക ഫ്രൈ കഴിച്ച മക്കളെ നിങ്ങൾ വേറെ ഒന്നും കഴിക്കൂല. ഓക്കെ, സിവാപ്പും ബാസിക്കാക്കും പോയി വാങ്ങിക്കോളൂ. ഞാൻ കോഴിക്കോട് വന്നാൽ ഇത് കഴിക്കാണ്ട് വേറെ എവിടേക്കും പോവില്ല. നമ്മളെ തൊണ്ടയാട് കഴിഞ്ഞിട്ടും അരിയടുത്തപ്പാലം എത്തുന്നതിന് മുന്നാണ്. ഓക്കെ, ഇതൊരു ടോഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ സിവാപ്പൂവിന്റെ ഡേ ആണ്. സിവാപ്പൂനെ കൊണ്ട് ഇതൊക്കെ ഞാൻ വാങ്ങിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട്? എന്റെ എല്ലാ ആഗ്രഹങ്ങളും അവളെ കൊണ്ട് ഞാൻ നേടിയെടുപ്പിക്കും. തിന്നുന്ന കാര്യങ്ങളും ബീച്ചിലോ അല്ലെങ്കിൽ സ്ക്വയറിലോ അല്ലെങ്കിൽ എന്താ പറയാ ടൂർ പോകാനോ ഒക്കെ ഓള് പറഞ്ഞ ബാസിക്കൊക്കെ കേൾക്കും നിൽക്കുന്ന നല്ല ഓളായ. അവ ഞാൻ എന്താക്കും, അവളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണം. ഇങ്ങനൊക്കെ ആണെങ്കിൽ നല്ല സുഖമായല്ലോ. അപ്പൊ ബാപ്പി മോളും ആദ്യം കോള് ചെയ്ത് സെറ്റാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പെട്ടെന്ന് കിട്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ ധാരണ. ഓക്കെ, കാക്കി മോളും വരുന്നുണ്ട്. കാൻഡിയോ? എന്താ സാധനം? എന്താ എന്നിട്ട് വാസിയാക്കാൻ പറഞ്ഞേ എനിക്കത് വേണടി. അപ്പൊ ഗൈസ് ഞാൻ ഈ വീട്ടിലെത്തിടുന്നത് കാണിച്ചാലോ വിചാരിച്ചിട്ടോ.
ഇതാണ് ഞാൻ പറഞ്ഞ കടുക്ക ഫ്രൈ. 2 ഉണ്ടേനും 1 ഫുള്ള് ഞാൻ തിന്നത് തീർക്കും. ഓക്കെ, ഇത് പിന്നെ ചിക്കൻ കറി വാങ്ങി. പിന്നെ ഇത് മൊയിലിറച്ചിൻ്റെ കറി. എനിക്ക് ഇഷ്ടമല്ല, ബാസികാക്ക് വാങ്ങിയത്. ബാസികാക്ക് എന്ത് പൊന്നോ, എൻ്റെ ജിവോന് വിശക്കുന്നുണ്ട് ഗൈസ്. ഇത് പത്തൽ. ഓക്കെ, അത് വാങ്ങി, വെള്ളപ്പം വാങ്ങി. അപ്പം ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. ഫ്രഷ് ആവണം. മേലൊക്കെ ഫുള്ളും മണ്ണും പൊടിയൊക്കെ ആണ് കേട്ടോ, പോയൊക്കെ ഉണ്ട്. അപ്പം സിവാനെ മേലെ കാണണം, എനിക്കും മേലെ കാണണം. അപ്പം അങ്ങനെ ഉറങ്ങണം ഗൈസ്. പിന്നെ അതാ കൺമശിതൊക്കെ ആയിട്ട് ഉറക്കം വന്നിട്ടേ അങ്ങ് എത്തിക്കണം. സിവാനെ ബീച്ചിൽ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ ഇനി അടുത്ത നാളെ അവൾക്ക് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും, പക്ഷെ നേരെ ലേറ്റാണ്. അപ്പോൾ ഒന്നും എവിടെയും പോയിട്ടില്ല, ബീച്ചിൽ മാത്രം പോയി. അപ്പോൾ നാളെ വിളിക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നുണ്ടോ. ഞാൻ ഷോർട്സ് ആയിട്ട് ചിലപ്പോൾ ഇടാം, അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാം. ഡെയിലി വ്ളോഗ് എടുക്കാൻ നോക്കാം കേട്ടോ, തിരക്കായതുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.